ഏകദേശം 600+ കിലോമീറ്ററാണ് ഞാൻ കാസ്ട്രോൾ പവർ 1 ഓടിച്ചിട്ട് നമ്മുടെ എക്സ്പൾസ് 200 ഓടിച്ചത്. അതിൽ നമുക്ക് കുറേ ട്രെയിൽസ് പോയി, അതുകൊണ്ട് നമ്മൾ ഹൈവേസ്, സിറ്റി എല്ലാം ഓടിച്ചു. അപ്പോൾ ഇതൊക്കെ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. ഓയിൽ മാറിയിട്ട് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡിഫറൻസ് ഫീൽ ഉണ്ടായി. പവർ ഡെലിവറിക്ക് വ്യത്യാസം ഉണ്ടായി, കുറച്ചും കൂടെ സ്മൂത്തറായി ആൻഡ് റെസ്പോൺസും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായി. പിന്നെ ഓഫ് റോഡ്സ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ മാക്സിമം ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഗിയറിലൊക്കെ വണ്ടി നല്ല ഹൈ RPM ഓടിച്ചിട്ടും കുറേ ദൂരം ഓടിച്ചിട്ടും എനിക്ക് പെർഫോമൻസിൽ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് എനിക്ക് എൻജിൻ സൈഡിൽ നിന്ന് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് ഹീറ്റിംഗ് ആട്ടോ. സിറ്റിയിൽ ഓടിക്കുമ്പോഴായാലും ഓഫ് റോഡ് പോകുമ്പോഴായാലും ഹീറ്റിംഗ് വളരെയധികം ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഓവറോൾ നോക്കാൻ പോയാൽ കാസ്ട്രോൾ പവർ 1 ഒഴിച്ചിട്ട് എൻ്റെ എക്സ്പൾസ് 200 കുറച്ചും കൂടെ സ്മൂത്തർ ആയിട്ടുണ്ട്. ലെസ് വൈബ്രേഷനും ലെസ് ഹീറ്റിങ്ങും കാരണം എനിക്ക് കൂടുതൽ കിലോമീറ്റേഴ്സ് ആൻഡ് ട്രെയിൽസ് പോകാൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാസ്ട്രോൾ പവർ 1 ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, ആൻഡ് ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ആവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.